ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ പോക്ക്. പനയന്നാർക്കാവ് നമ്മുടെ പരുമലയ്ക്ക് അടുത്താണേ. അപ്പം ആദിയും അമ്മുവും അച്ഛനുണ്ട്, കാശിക്കുട്ടനുണ്ട്. കാശിക്കുട്ടൻ വേണ്ട രാവിലെ ഇച്ചിരി കരച്ചിലിൻ്റെ വക്കില മേളത്തില. എങ്ങനെ കരയാണോ കാശി? അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ വാതിക്കലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പൂജാ സ്റ്റോളിലോട്ട് നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മളെ കയ്യിലൊന്നും ഇല്ലാണ്ട് പോകാൻ പാടില്ല എന്നല്ലേ പറയുന്നത് അമ്പലത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ അവിടുന്ന് അമ്പലത്തിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളവിടുന്ന് പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഇവരെ തന്നെ വേറൊരു സ്റ്റോളുണ്ട്. അവിടെ നമുക്കൊരു വെറ്റയും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അതപ്പോൾ അവിടെ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അത് അമ്പലത്തിൻ്റെ വാതിക തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രം. വലിയ പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രമാണ്. ഇത് മാന്നാർ പരുമലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പരുമല പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. അവിടെ ആ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ വരുന്നിടത്താണ് വലിയ പനയന്നാർക്കാവ് ദേവീക്ഷേത്രം. അങ്ങനെ അവിടെ നിന്ന് മേടിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ്. പിന്നെ ഇവിടെ വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഈ ക്ഷേത്രം അറിയപ്പെടാൻ തന്നെ വലിയൊരു കാരണം നമ്മുടെ കടമറ്റത്ത് കത്തനാരച്ഛൻ കള്ളിയങ്കാട്ട് നീലിയെ തളച്ച് കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടെ ഭദ്രകാളിയും മഹാദേവനുമാണ് അകത്ത് മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്നത്. അവിടെ ഭദ്രകാളി ദാരിക വധത്തിന് ശേഷം അതേ ഒരു ഉഗ്രമൂർത്തിയായിട്ട്, അല്ലെങ്കിൽ അത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്, ഉഗ്രമൂർത്തിയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെള്ളിയാഴ്ച ആയിരുന്നു, ഒരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് രസീതൊക്കെ എഴുതിക്കണമെങ്കിൽ 2 ക്യൂ ആയിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ ഒരു സൈഡിലത്തെ ക്യൂ നീങ്ങിയതുപോലും ഇല്ല. അത് ആ എഴുതാനിരിക്കുന്ന ആൾക്ക് അത്ര ഇതില്ലാഞ്ഞതുകൊണ്ട് ആ ക്യൂ നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഷ്ടകാലത്തിന് അതിലാണ് നിന്നത്. അവിടെ ആയിരുന്നു ആൾ കുറവ്, അപ്പോൾ അവിടോട്ട് കയറി നിന്നു. പക്ഷേ അതിനിപ്പുറത്ത് കാണുന്ന ക്യൂ പെട്ടെന്ന് പോയി. പിന്നെ അവസാനം ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ പോയി നിന്ന് അങ്ങനെയാണ് രസീത് എടുത്തുകൊണ്ട് വന്നത്. കാശിയും ചേട്ടനും അച്ഛനും ഒക്കെ ഇരുന്നിരുന്നിരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തിരക്കും അതേപോലെ തന്നെ ക്യൂ നീങ്ങാത്തതുകൊണ്ട് തന്നെ അതിൽ കുറേ സമയം അങ്ങനെ പോയി. ചെന്നപ്പോൾ അത്ര വലിയ തിരക്കെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ ക്യൂ നീങ്ങാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു. 1.25 മണിക്കൂറോളം ഞങ്ങൾക്ക് ആ ക്യൂവിനകത്ത് മാത്രം നിൽക്കേണ്ടി വന്നു. അങ്ങനെ അത് നല്ല പോസ്റ്റായിരുന്നു അവർക്ക്. അവർ 3 പേരോട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർ അടങ്ങിയിരിക്കത്തില്ല. അവർക്ക് എത്ര നേരമെന്ന് വെച്ചാൽ അടങ്ങിയിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ചേട്ടന്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കുന്നിടത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഈ നമ്മുടെ ഈ ശ്രീകോവിലിനകത്ത് തന്നെ പ്രധാന എന്തോ പ്രത്യേകത, ഇതിലെ ഒരു നട, എനിക്ക് തോന്നുന്നു കിഴക്കേ നടയാണെന്ന് തോന്നുന്നു, തുറക്കില്ല. അത് ഒരു നട അടച്ചിട്ടിരിക്കുകയാണ്. കിഴക്കേ നടയാണെന്നാണ് എൻ്റെ അറിവ്. അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം അത് തുറക്കാറില്ല. ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ പകൽ സമയങ്ങളിൽ പോലും ആൾക്കാർക്ക് ആ ഭാഗത്തോടെ ഇറങ്ങി നടക്കാൻ പേടിയാണെന്നാണ് പറയാം. ഇതിൻ്റെ പൂജാ സമയം കഴിഞ്ഞാൽ, അത് രാവിലെ ആയിക്കോട്ടെ സന്ധ്യയ്ക്കും ആയിക്കോട്ടെ, പൂജാ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൂജാരിമാർ പോലും നിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. വഴി കൂടെ പോലും ആർക്കും പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് അതേ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് ആ അമ്പലത്തിൽ വരുമ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുന്നത്, നമ്മളൊരു ഹൊറർ സിനിമ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ. അവിടെ വന്നിട്ട് നമ്മൾ ആ മതിൽ കെട്ടിയിരിക്കുന്ന ഫസ്റ്റിലത്തെ മതിലെന്ന് പറയുന്നത് കാവിനകത്തോട്ടുള്ള മതിലാണ്. ഫുള്ള് കാടാണ്. അത് ശരിക്കും നമ്മൾ ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രതീതിയാണ്. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഭീതി തോന്നുന്ന ഒരവസ്ഥയാണ്.
അങ്ങനെ ചുറ്റോട് ചുറ്റും. അപ്പോൾ ആ ഘോരമായ കാട് പോലെ തോന്നിക്കുന്ന ആ കാവിൻ്റെ അപ്പുറത്തും വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിലാണ് മതിൽ കെട്ടിയേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും. അപ്പോൾ അങ്ങനെ അതുവഴി അങ്ങനെ ആരും പോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇത്ര നേരം ക്യൂ നിന്ന് വെയിൽ കൊണ്ടുകൊണ്ടൊക്കെ നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി തൊഴുത് പോകണം എന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് നേരം എന്തായാലും ആൽത്തറയിൽ കുറച്ച് നേരം ഇരുന്നു. നല്ല അപ്പോഴത്തേക്കിനും കാലാവസ്ഥ ഒന്ന് മൂടി. അങ്ങനെ ഞങ്ങൾ വെച്ച് തണുപ്പ് ഇടണം നിരച്ചിട്ട് ആൽത്തറയിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കാശിക്കൂടനടുത്ത മണ്ണൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കടൽ മണ്ണൊക്കെ ആയതുകൊണ്ട് അവന് വാരി കളിക്കാൻ ഭയങ്കര സുഖമല്ലേ, ഓടാനും സുഖമാണ്, വീണാലൊന്നും മുറിയൊന്നുമില്ല. അങ്ങനെ അവൻ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ഓടിക്കളിച്ചു. നമ്മളിപ്പോൾ ഈ കണ്ട നടയാണ് കള്ളിയങ്കാട്ട് നീലിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെയാണ്. പിന്നെ അവിടുന്ന് ഇറങ്ങി കുറച്ചും കൂടെ നടക്കുമ്പോഴാണ് സർപ്പക്കാവ് അമ്പലത്തിൽ നിന്ന് കുറച്ച് നീക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ സർപ്പക്കാവിലൊക്കെ കയറി തൊഴുതിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ പ്രോഗ്രാം അടുത്തിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിനെ കാണാൻ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അധികം സമയം അവിടെ നിന്ന് കളയാൻ നിന്നില്ല, പോരുന്നു. അങ്ങനെ അമ്പലത്തിലെ തൊഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.